ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ് കളക്ഷനിൽ പെട്ടതാണ് കോഡ് സെറ്റ് എന്ന് പറയുന്നത്. വെറൈറ്റി കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വെറൈറ്റി ഡിസൈനിലും ക്ലോത്തിലും അതുപോലെ തന്നെ പാറ്റേണിലും അവൈലബിൾ ആണ്. ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടും വരുന്നുണ്ട്. പ്ലെയിൻ ക്ലോത്തിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ പ്രിൻറ്റഡ് വർക്കായിട്ട് വരുന്നതും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ കോഡ് സെറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തിട്ട് എൻക്വയറി ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളാണെങ്കിലും സ്മോൾ സൈസ് മുതൽ 4XL സൈസ് വരെ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ഡിസൈനിലും പാറ്റേണിലും വരുന്നതാണെങ്കിലും ഏകദേശം ഈ ഒരു ഫുൾ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 750 to 850 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പുതിയ കളക്ഷൻസ് വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഏകദേശം സെയിം ക്ലോത്തിലും അതുപോലെ തന്നെ സെയിം റേറ്റിലും സെയിം സൈസിലുമാണ് ഈ ഒരു ഫുൾ എല്ലാ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കോഡ് സെറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് പറയാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതാണ്. പിന്നെ 100% കൺഫേം ഓർഡേഴ്സ് മാത്രം അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെയുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓർഡർ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുത്തിരിക്കണം. ഇല്ലാത്ത പക്ഷം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് സൈസ് കളറ് മാറി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ ഉണ്ടെങ്കിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായിരിക്കണം. ഓപ്പണിംഗ് വീഡിയോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാം. ആദ്യം പാർസലിൻ്റെ 4 വശം ഒന്ന് കാണിക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഡ്രസ്സിൻ്റെ സൈസും കാര്യങ്ങളും ഡാമേജും ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള കട്ടോ പോസോ ഇല്ലാത്ത വീഡിയോ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ റിട്ടേണോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ റീഫണ്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾ വേൾഡ് ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണലാണെങ്കിലും ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉള്ളവരാണ്. അപ്പോൾ അവർ നമുക്ക് ഡയറക്റ്റ് പരിചയമുള്ളവരോ ഒന്നുമല്ല. അപ്പോൾ ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഫ്രോഡായിട്ട് ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ഫ്രോഡ് പരിപാടികളൊക്കെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് വഴിയിലും എങ്ങനെ വേണമെങ്കിലും നമുക്കത് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ കള്ളത്തരമൊന്നും ഇല്ലാണ്ട് നമുക്കും നഷ്ടമില്ലാണ്ടും കസ്റ്റമറിനാണെങ്കിലും നഷ്ടമില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും ഈ ഒരു റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അതുമല്ലാണ്ട് ഷോപ്പിൽ നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതും ഓൺലൈനായിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ട് പർച്ചേസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നിൻ്റെ ഡ്രസ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല. 750, 850 കൂടി പോയാലൊരു 950 ആ റേഞ്ചിലാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.